ഓം ശാന്തി 30/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ആത്മാവാകുന്ന ബാറ്ററിയെ വെള്ളം കൊണ്ട് സ്നാനം ചെയ്യിക്കുകയല്ല വേണ്ടത്, ജ്ഞാനവും യോഗവും കൊണ്ട് നിറച്ച് സതോ പ്രധാനമാക്കണം. ചോദ്യം: എല്ലാ മനുഷ്യരെയും ഈ സമയം അലയിപ്പിക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് അലയിപ്പിക്കുന്നത്? ഉത്തരം: രാവണനാണ് സർവരെയും അലയിപ്പിക്കുന്നത്. കാരണം രാവണൻ സ്വയം അലഞ്ഞ് നടക്കുകയാണ്. രാവണന് സ്വന്തമായിട്ട് വീടില്ല. രാവണനെ ആരും അച്ഛൻ എന്ന് വിളിക്കാറില്ല. ബാബ തന്റെ വീടായ പരംധാമത്തിൽ നിന്ന് തന്റെ കുട്ടികൾക്ക് ആശ്രയം നൽകാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്കുള്ള വഴി മനസ്സിലായി. അതിനാൽ നിങ്ങൾ അലഞ്ഞ് തിരിയുന്നില്ല. നിങ്ങൾ പറയുന്നു, ആദ്യം അച്ഛനിൽ നിന്ന് അകന്നു പോയതും നമ്മളാണ്, ഇപ്പോൾ വീട്ടിലേക്ക് ആദ്യം പോകുന്നതും നമ്മളാണ്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കെ അറിയാം, ഈ ശരീരത്തിൽ വന്നിരിക്കുന്ന ശിവബാബ ഏതു വിധേനയും തീർച്ചയായും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് ആത്മാക്കളുടെ വീടാണല്ലോ. പരിധിയില്ലാത്ത അച്ഛൻ വന്ന് നമ്മളെ പുഷ്പങ്ങളാക്കി മാറ്റുകയാണ് എന്നതിൽ കുട്ടികൾക്ക് തീർച്ചയായും സന്തോഷം തോന്നാറുണ്ട്. വേഷമൊന്നും ധരിക്കുന്നില്ല. ഇതിനെ യോഗബലം അല്ലെങ്കിൽ ഓർമ്മയുടെ ബലം എന്നാണ് പറയുന്നത്. ടീച്ചറിന്റെ പദവി അനുസരിച്ച് കുട്ടികൾക്കും പദവി നേടിത്തരുന്നു. പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇതായി തീരും എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ അച്ഛൻ ടീച്ചറും സദ്ഗുരുവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പുതിയ കാര്യമാണ്. നമ്മുടെ ബാബ ടീച്ചറാണ്. ആ ബാബയെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ച് ഇങ്ങനെയാക്കി മാറ്റുന്നു. നമ്മളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ പരിധിയില്ലാത്ത അച്ഛൻ വന്നിരിക്കുകയാണ്. രാവണന് വീടൊന്നുമില്ല. രാമനാണ് വീടുള്ളത്. ശിവബാബ എവിടെയാണ് ഇരിക്കുന്നത്? പരംധാമത്തിലാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഉടൻ തന്നെ പറയും. രാവണനെ അച്ഛൻ എന്ന് വിളിക്കാറില്ല. രാവണൻ എവിടെയാണ് ഇരിക്കുന്നത്? അറിയില്ല. രാവണൻ പരംധാമത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറയില്ല. രാവണന് വീടൊന്നും തന്നെ ഇല്ല. അലഞ്ഞു തിരിയുകയാണ്. നിങ്ങളെയും അലയിക്കുന്നു. രാവണനെ നിങ്ങൾ ഓർമ്മിക്കാറുണ്ടോ? ഇല്ല. എത്രയാണ് നിങ്ങളെ അലയിച്ചത്? ശാസ്ത്രങ്ങൾ പഠിക്കൂ, ഭക്തി ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എത്രമാത്രം അലയിച്ചു. ബാബ പറയുന്നു, ഇതിനെയാണ് ഭക്തിമാർഗം അഥവാ രാവണ രാജ്യം എന്ന് പറയുന്നത്. ഗാന്ധിജിയും പറഞ്ഞിരുന്നത് രാമരാജ്യം വേണം എന്നായിരുന്നു. ഈ രഥത്തിൽ നമ്മുടെ ശിവബാബ വന്നിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന ബാബയല്ലേ? ആ ബാബ ആത്മാക്കളെ കുട്ടികളെ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ആത്മീയ അച്ഛനും ആത്മീയ അച്ഛന്റെ ബുദ്ധിയിൽ നിങ്ങൾ ആത്മീയ കുട്ടികളുമാണ്. കാരണം മൂലവതനവുമായിട്ടാണ് നമ്മുടെ ബന്ധം. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേറിട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ ആത്മാക്കളും ബാബയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അവരവരുടെ പാർട്ട് അഭിനയിക്കാൻ പോകുമ്പോഴാണ് വേറിടുന്നത്. വളരെ കാലത്തെ കണക്ക് ബാബ പറഞ്ഞു തരുന്നു. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലും നമ്പർ ക്രമമനുസരിച്ച് ചിലർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അവരാണ് ആദ്യം എന്നിൽ നിന്നും അകന്നുപോയത്. എന്നെ വളരെയധികം ഓർമ്മിക്കുമ്പോൾ അവർ ആദ്യ നമ്പറിൽ വരും.
ബാബ കുട്ടികൾക്ക് മുഴുവൻ സൃഷ്ടിയുടെയും ഗൂഹ്യ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇത് മറ്റാരും അറിയുന്നില്ല. ഗൂഹ്യം എന്നും ഗൂഹ്യതം എന്നും പറയാം. ബാബ മുകളിൽ ഇരുന്നു കൊണ്ടല്ല പറഞ്ഞു തരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ബാബ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നു, ഞാൻ ഈ കൽപ്പവൃക്ഷത്തിന്റെ ബീജരൂപമാണ് എന്ന്. ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തെ കൽപ്പവൃക്ഷം എന്നും പറയുന്നു. ലോകത്തിലുള്ള മനുഷ്യർ ഇതൊന്നും അറിയുന്നില്ല. കുംഭകർണനെ പോലെ ഉറങ്ങുകയാണ്. ബാബ വന്ന് അവരെ ഉണർത്തുന്നു. നിങ്ങൾ കുട്ടികൾ ഉണർന്നു. എന്നാൽ മറ്റുള്ളവരെല്ലാം ഇപ്പോഴും ഉറങ്ങുകയാണ്. നിങ്ങളും കുംഭകർണനെ പോലെ ആസുരീയ നിദ്രയിലായിരുന്നു. കുട്ടികളെ ഉണരൂ എന്ന് പറഞ്ഞ് ബാബ നിങ്ങളെ ഉണർത്തി. നിങ്ങൾ അലസരായി ഉറങ്ങുകയായിരുന്നു. ഇതിനെയാണ് അജ്ഞാന നിദ്ര എന്ന് പറയുന്നത്. അല്ലാതെയുള്ള ഉറക്കം സർവരും ഉറങ്ങാറുണ്ട്. സത്യയുഗത്തിലും ഉറങ്ങാറുണ്ട്. ഇപ്പോൾ സർവരും അജ്ഞാനമാകുന്ന നിദ്രയിലാണ്. ബാബ വന്ന് സർവർക്കും ജ്ഞാനം നൽകി സർവരെയും ഉണർത്തുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ആ നിദ്രയിൽ നിന്നും ഉണർന്നു. ബാബ വന്നിരിക്കുകയാണെന്നും നമ്മളെ കൊണ്ടു പോകും എന്നും നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ ശരീരവും യാതൊരു ഉപയോഗവും ഇല്ലാതായിരിക്കുകയാണ്. അതുപോലെ ആത്മാവും രണ്ടും പതീതമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ മുക്കുപണ്ടം പോലെയാണ്. 9 കാരറ്റ് എന്ന് പറയാം. അതായത് വളരെ കുറച്ചു സ്വർണം. 24 കാരറ്റിനെയാണ് ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത്. ബാബ നിങ്ങൾ കുട്ടികളെ 24 കാരറ്റ് ആക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധമാക്കി സത്യയുഗത്തിലേതുപോലെ ആക്കുന്നു. ഭാരതം സ്വർണ പക്ഷിയെപ്പോലെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ ഇരുമ്പും കല്ലും കൊണ്ടുള്ള പക്ഷി എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ ചൈതന്യമാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആത്മാവിനെ മനസ്സിലാക്കുന്നത് പോലെ ബാബയെയും മനസ്സിലാക്കുവാൻ സാധിക്കണം. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമെന്നും പറയുന്നുണ്ട്. വളരെ ചെറിയ നക്ഷത്രമാണ്. ഡോക്ടർമാരെല്ലാം ആത്മാവിനെ കാണുവാൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദിവ്യദൃഷ്ടിയിലൂടെ അല്ലാതെ കാണുവാൻ സാധിക്കില്ല. വളരെ സൂക്ഷ്മമാണ്. ആത്മാവ് കണ്ണിലൂടെ പുറത്തേക്ക് പോയി എന്നും വായിലൂടെ പുറത്തേക്ക് പോയി എന്നുമൊക്കെ പറയാറുണ്ട്. ആത്മാവ് ഇറങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ മുകളിൽ ശാന്തിധാമിലേക്ക് പോകും. ബാബ വന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് കൃത്യമായി അറിയാം. ഒരു ഭാഗത്ത് കലിയുഗവും മറുഭാഗത്ത് സത്യയുഗവും. നമ്മളിപ്പോൾ സംഗമയുഗത്തിലാണ് നിൽക്കുന്നത്. വളരെ അതിശയമാണ്. ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. എന്നാൽ സത്യയുഗത്തിൽ വെറും 9 ലക്ഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി എല്ലാവർക്കും എന്ത് സംഭവിച്ചു? വിനാശം ഉണ്ടാകുന്നു. ബാബ വരുന്നത് തന്നെ പുതിയ ലോകം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപിക്കുന്നു. അതിനുശേഷം 2 രൂപത്തിൽ പാലിക്കുകയും ചെയ്യുന്നു. 4 കൈകളുള്ള മനുഷ്യനൊന്നുമില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അത് കാണാൻ ഭംഗിയുണ്ടാകുമായിരുന്നില്ല. ചതുർഭുജം എന്നത് ശ്രീലക്ഷ്മിയുടെയും ശ്രീനാരായണന്റെയും ഒരുമിച്ചുള്ള സ്വരൂപമാണ്. ഇത് കുട്ടികൾക്കും മനസ്സിലാക്കി തരുന്നു. ശ്രീ എന്നാൽ ശ്രേഷ്ഠമായത് എന്നാണ് അർത്ഥം. ത്രേതായുഗമാകുമ്പോൾ 2 കലകൾ കുറയുന്നു. കുട്ടികൾ ഇപ്പോൾ ലഭിക്കുന്ന ഈ ജ്ഞാനത്തിന്റെ ഓർമ്മയിലിരിക്കണം. പ്രധാനമായിട്ടുള്ളത് 2 അക്ഷരങ്ങളാണ്. ബാബയെ ഓർമ്മിക്കൂ. മറ്റാരും ഇത് മനസ്സിലാക്കില്ല. ബാബ
പതിത പാവനനും സർവശക്തിവാനുമാണ്. ബാബ, താങ്കൾ നമുക്ക് മുഴുവൻ ആകാശവും ഭൂമിയും സർവ്വതും തന്നു കഴിഞ്ഞു. നൽകാത്തതായിട്ട് യാതൊന്നുമില്ല. മുഴുവൻ വിശ്വരാജ്യവും തന്നു കഴിഞ്ഞു. ഇങ്ങനെ പാടുന്നുമുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു എന്നത് നിങ്ങൾക്കറിയാം. ഡ്രാമയുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് സമ്പൂർണ്ണ നിർവികാരി ആകണം. വികാരിയിൽ നിന്നും നിർവികാരിയും നിർവികാരിയിൽ നിന്നും വികാരിയുമാകുന്ന ഈ 84 ജന്മങ്ങളുടെ പാർട്ട് അനവധി പ്രാവശ്യം നമ്മൾ അഭിനയിച്ചു. അതിന്റെ എണ്ണമെടുക്കുവാൻ സാധിക്കില്ല. ജനസംഖ്യ കണക്കാക്കുവാൻ സാധിക്കും. എന്നാൽ എത്ര പ്രാവശ്യം നിങ്ങൾ സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി, തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി എന്ന കണക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഇത് 5000 വർഷത്തിന്റെ ചക്രമാണ്. ഇത് സത്യമായിട്ടുള്ളതാണ്. ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ പോലും സാധിക്കില്ല. നിങ്ങളിപ്പോൾ ഗുണങ്ങൾ ധാരണ ചെയ്യുകയാണ്. ജ്ഞാനത്തിന്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. ഈ കണ്ണുകളിലൂടെ നിങ്ങൾ പഴയ ലോകത്തെ കാണുന്നു. 3ാമത്തെ നേത്രത്തിലൂടെ പുതിയ ലോകത്തെ കാണുന്നു. ഈ ലോകം യാതൊരു ഉപയോഗവും ഇല്ലാത്തതാണ്. പഴയ ലോകമാണ്. പുതിയ ലോകവും പഴയ ലോകവും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കൂ. നമ്മളാണ് പുതിയ ലോകത്തിന്റെ അധികാരി ആയിരുന്നവർ. പിന്നെ 84 ജന്മമെടുത്ത് ഇങ്ങനെയായി തീർന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇത് നന്നായി ഓർമ്മയുണ്ടായിരിക്കണം. അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ, അതായത് ലക്ഷ്മി നാരായണനെ പോലെ ആകുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവും, പിന്നെ വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവും ആകുന്നത്. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ടല്ലോ. വിഷ്ണു ഇരിക്കുന്നത് എത്ര അലങ്കാരത്തോടെയാണ്, എന്നാൽ ഈ ബ്രഹ്മാവ് എത്ര സാധാരണമായി ഇരിക്കുന്നു. ഈ ബ്രഹ്മാവ് ആ വിഷ്ണു ആകാൻ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നതും വളരെ സഹജമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ ഇവർ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? വിഷ്ണുവിന്റെ 2 രൂപങ്ങളാണ് ലക്ഷ്മിയും നാരായണനും. ദേവതയായിരുന്ന വിഷ്ണു തന്നെയാണ് മനുഷ്യനായ ബ്രഹ്മാവായി മാറുന്നത്. സത്യയുഗത്തിലാണ് വിഷ്ണു ഉള്ളത്. ബ്രഹ്മാവ് ഇവിടെയും. ബാബ പറയുന്നു, ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു ആകുന്നത് 1 സെക്കൻഡിലും വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവാകുന്നത് 5000 വർഷത്തിലുമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. കേവലം ഒരു ബ്രഹ്മാവ് മാത്രമല്ല ആയിത്തീരുന്നത്. ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇവിടെ ഒരു മനുഷ്യ ഗുരുവിന്റെയും കാര്യമില്ല. ഇദ്ദേഹത്തിന്റെ ഗുരുവും ശിവബാബയാണ്. നിങ്ങൾ ബ്രാഹ്മണരുടെ ഗുരുവും ശിവബാബയാണ്. ശിവബാബയെ സദ്ഗുരു എന്ന് വിളിക്കുന്നു. കുട്ടികൾ ശിവബാബയെയാണ് ഓർമ്മിക്കേണ്ടത്. ശിവബാബയെ ഓർമ്മിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുക വളരെ സഹജമാണ്. ശിവബാബ പുതിയ ലോകമായ സ്വർഗം രചിക്കുന്നു. ഏറ്റവും ഉയർന്നത് ഭഗവാൻ ശിവനാണ്. ആ ഭഗവാൻ നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണ്. ഭഗവാൻ കുട്ടികളോട് പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കുക എത്ര സഹജമാണ്. ഒരു കുട്ടി ജനിച്ചാൽ ഉടൻ അമ്മേ അമ്മേ എന്ന് വിളിക്കാൻ തുടങ്ങും. അമ്മയുടെയും അച്ഛന്റെയും അടുത്തല്ലാതെ മറ്റാരുടെയും അടുത്തു പോകില്ല. അമ്മ മരിച്ചുപോയാൽ അത് വേറെ കാര്യമാണ്. അല്ലെങ്കിൽ ആദ്യം അമ്മയും പിന്നെ അച്ഛനും പിന്നെയാണ് ബന്ധുക്കളും കൂട്ടുകാരുമൊക്കെ വരുന്നത്.
അതിലും ജോഡികളുണ്ട്. ചെറിയച്ഛനും ചെറിയമ്മയും 2 പേരുണ്ടല്ലോ. കുമാരി പിന്നീട് വലുതാകുമ്പോൾ ചിലർ ചെറിയമ്മയെന്നും ചിലർ അമ്മായി എന്നും വിളിക്കും. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും ഭായി ഭായി ആണ്. മറ്റെല്ലാ ബന്ധങ്ങളും ക്യാൻസൽ ചെയ്യുക. സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു ബാബയെ ഓർമ്മിക്കണം. ബാബയും പറയുന്നു, കുട്ടികളെ, അച്ഛനായ എന്നെ മാത്രം ഓർമ്മിക്കൂ. എത്ര ഉയർന്ന പരിധിയില്ലാത്ത അച്ഛനാണ്. ഉയർന്ന അച്ഛൻ നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, മന്മന ഭവ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ കാര്യം മറക്കരുത്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് മറന്നു പോകുന്നത്. ബാബ പറയുന്നു, ഞാൻ പതിത പാവനനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ കാലിയായിരിക്കുന്ന ബാറ്ററി നിറയും. അതുപോലെ നിങ്ങൾ സതോ പ്രധാനമായി മാറും. ജന്മജന്മാന്തരം ഗംഗയിലെ വെള്ളത്തിൽ പോയി സ്നാനം ചെയ്താൽ പാവനമാകുവാൻ സാധിക്കില്ല. വെള്ളത്തിനെങ്ങനെ പതിത പാവനനാക്കുവാൻ സാധിക്കും? ജ്ഞാനത്തിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഈ സമയത്ത് പാപാത്മാക്കളുടെ അസത്യമായ ലോകമാണുള്ളത്. കൊടുക്കുന്നതും വാങ്ങുന്നതും പാപാത്മാക്കളുമായിട്ടാണ്. മനസ്സാ വാച കർമ്മണ പാപാത്മാവാകുന്നു. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ അറിവ് ലഭിച്ചു. ഈ ലക്ഷ്മി നാരായണനാകുവാൻ വേണ്ടിയാണ് നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഭക്തിയെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഇവർ, അതായത് ദേവതകൾ, സദ്ഗതിയിലല്ലേ? ബാബ പറയുന്നു, ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. ബാബ എത്ര സഹജമായി മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ കുട്ടികൾ എത്രമാത്രം പരിശ്രമിക്കുകയാണ്. ഓരോ കൽപ്പത്തിലും പരിശ്രമിക്കുന്നു. പഴയ ലോകത്തെ മാറ്റി പുതിയ ലോകമാക്കണം. ഭഗവാനെ ജാലവിദ്യക്കാരനെന്നും രത്നാകരനെന്നും വ്യാപാരിയെന്നുമൊക്കെ പറയുന്നുണ്ടല്ലോ. പഴയ ലോകത്തെ നരകത്തിൽ നിന്ന് മാറ്റി സ്വർഗമാക്കി മാറ്റുന്നു. ഇതൊരു ജാലവിദ്യയല്ലേ? നിങ്ങളിപ്പോൾ സ്വർഗവാസികളായിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ ജാലവിദ്യയാണ്! നമ്മളിപ്പോൾ നരകത്തിലാണ് വസിക്കുന്നത് എന്നറിയാം. നരകവും സ്വർഗവും വേറെ വേറെയാണ്. 5000 വർഷത്തിന്റെ ചക്രമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങൾ മറക്കരുത്. ഭഗവാനു വാച, തീർച്ചയായും പുനർജന്മം എടുക്കാത്ത ഒരാൾ ഉണ്ടാകും. കൃഷ്ണന് ശരീരമുണ്ട്, എന്നാൽ ശിവന് ശരീരമില്ല. നിങ്ങളെ കേൾപ്പിക്കുവാൻ ശിവബാബയ്ക്ക് തീർച്ചയായും ശരീരം ആവശ്യമാണ്. ഡ്രാമയനുസരിച്ച് ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ദുഃഖധാമത്തെ സുഖധാമമാക്കുവാൻ വേണ്ടി ബാബ കൽപ്പത്തിൽ ഒരേയൊരു പ്രാവശ്യമാണ് വരുന്നത്. സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്ത് ബാബയിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ മനുഷ്യർ സുഖം ആഗ്രഹിക്കുന്നതും ബാബയെ ഓർമ്മിക്കുന്നതും. നോക്കൂ, എത്ര സഹജമായിട്ടാണ് ബാബ ജ്ഞാനം പറഞ്ഞു തരുന്നത്. ഇവിടെ ഇരിക്കുമ്പോഴും ബാബയെയും ചക്രത്തെയും ഓർമ്മിക്കൂ. അതും മന്മനാഭവ തന്നെയാണ്. ഈ മുഴുവൻ ജ്ഞാനവും നൽകുന്നയാൾ ബാബയാണ്. നമ്മൾ പരിധിയില്ലാത്ത അച്ഛന്റെ അടുക്കലാണ് പോകുന്നത് എന്ന് നിങ്ങൾ പറയുന്നു. ബാബ നമുക്ക് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുവാനുള്ള വഴി പറഞ്ഞു തരുന്നു. ഇവിടെ ഇരുന്നും ബാബയെ ഓർമ്മിക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെയും വീടിനെയും പുതിയ ലോകത്തെയും ഓർമ്മിക്കണം. ഈ പഴയ ലോകം നശിക്കേണ്ടത് തന്നെയാണ്.
മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ വൈകുണ്ഠത്തെ വളരെയധികം ഓർമ്മിക്കും. ഇടയ്ക്കിടെ വൈകുണ്ഠത്തിലേക്ക് പോകും. തുടക്കത്തിലും കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വൈകുണ്ഠത്തിൽ പോയിരുന്നു. ഇത് കണ്ടിട്ട് വലിയ വലിയ വീട്ടിലുള്ളവർ അവരവരുടെ കുട്ടികളെയും അയച്ചിരുന്നു. ഓം നിവാസ് എന്ന പേരാണ് വെച്ചിരുന്നത്. എത്ര കുട്ടികളാണ് വന്നിരുന്നത്. പിന്നെയാണ് ബഹളങ്ങൾ ഉണ്ടായത്. കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അവർ സ്വതവേ തന്നെ ധ്യാന അവസ്ഥയിലേക്ക് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ധ്യാന സാക്ഷാത്കാരത്തിന്റെ പാർട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. ഇവിടെയും ശ്മശാനം പോലെ ആക്കിയിരുന്നു. ശിവബാബയെ ഓർമ്മിക്കൂ എന്ന് പറഞ്ഞാൽ ധ്യാന അവസ്ഥയിലേക്ക് പോയിരുന്നു. നിങ്ങൾ കുട്ടികളും ജാലവിദ്യക്കാരാണ്. ആരെ നോക്കിയാലും അവർ ഉടൻ ധ്യാന അവസ്ഥയിലേക്ക് പോകും. ഇത് എത്ര നല്ല ജാലവിദ്യയാണ്. കഠിനമായ ഭക്തി ചെയ്യുന്നവർ പ്രാണൻ പോലും ദാനം കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് അവർക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നത്. ഇവിടെ ബാബ സ്വയം വന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് ഉയർന്ന പദവി പ്രാപ്തമാക്കി തരികയാണ്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ കുട്ടികൾ വളരെയധികം സാക്ഷാത്കാരങ്ങൾ കാണും. ബാബയോട് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ കഴിയും റോസാപ്പൂ ആരാണ്, ചെമ്പകപ്പൂ ആരാണ് എന്ന്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ബാബയെ ഓർമ്മിച്ച് പൂർണമായും സമ്പത്തിന്റെ അധികാരി ആകണം. 2. ഇപ്പോൾ പാപാത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. അജ്ഞാനമാകുന്ന നിദ്രയിൽ നിന്ന് സർവരെയും ഉണർത്തി ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കണം. വരദാനം: മനസ്സിന്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയിലൂടെ സർവസിദ്ധികളെയും പ്രാപ്തമാക്കുന്ന സദാ സമർത്ഥ ആത്മാവായി ഭവിക്കട്ടെ. സർവസിദ്ധികളെയും പ്രാപ്തമാക്കുന്നതിനായി ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കൂ. ഏകാഗ്രതയുടെ ശക്തി നിങ്ങളെ സഹജമായി നിർവിഘ്നമാക്കി മാറ്റുന്നു. പരിഭ്രമിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്നതിന്റെ സഹജ അനുഭവം ലഭിക്കുന്നു. സഹജമായി ഏകരസസ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. സർവരെ പ്രതിയും മംഗളകാരിയായ മനോഭാവവും സഹോദരീ സഹോദര ദൃഷ്ടിയും വരുന്നു. എന്നാൽ ഏകാഗ്രമായി ഇരിക്കുന്നതിനായി മനസ്സും ബുദ്ധിയും സദാ താങ്കളുടെ ആജ്ഞ അനുസരിച്ച് നടക്കണം. ഇത്രയധികം സമർത്ഥമാകണം. സ്വപ്നത്തിൽ പോലും ഒരു സെക്കൻഡ് പോലും ഇളകരുത്. സ്ലോഗൻ: താമരപുഷ്പ സമാനം വേറിട്ടിരിക്കുകയാണെങ്കിൽ ഈശ്വരന്റെ സ്നേഹത്തിന് അർഹരായി തീരും. ഓം ശാന്തി.